പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിന്റെ ജീവിതത്തിൽ നിന്നും വേദ പോയതോടുകൂടി തന്നെ അവന്റെ മനസ്സാകെ കൈവിട്ടു പോകുന്നുണ്ട്. ശ്രീനിവാസനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പഴയതുപോലെ തന്നെ വിക്രം പാർട്ടി പ്രവർത്തനങ്ങളുമായി ചുറ്റിക്കറങ്ങുകയാണ്. ഒരു ദിവസം രാത്രി വിക്രം വല്ലാതെ വൈകിട്ട് വീട്ടിലേക്ക് തിരികെ എത്തി. അന്നേരം കമലമ്മ ഉറങ്ങാതെ തന്നെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അരികിൽ ചെന്നുകൊണ്ട് തന്നെ കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇത്രമാത്രം വൈകിയത്? പണ്ടത്തെ നിന്റെ ആ സ്വഭാവം നീ വീണ്ടും തുടങ്ങിയോ? എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ പാർട്ടി ഓഫീസിലായിരുന്നു അമ്മേ. അമ്മക്ക് പോയി ഉറങ്ങിക്കൂടായിരുന്നോ? എന്തിനാ എന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കും. ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? അന്നേരം കമല ചോദിച്ചു, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? ഞാൻ ചോറെടുത്ത് വെക്കാം, നീ പോയി കുളിച്ചിട്ട് വാ. പക്ഷേ വിക്രം അത് കേൾക്കാനൊന്നും തയ്യാറായില്ല. വേണ്ടമ്മേ, ഞാൻ കഴിച്ചു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഇത് കേട്ടപ്പോൾ കമല ദേഷ്യപ്പെട്ടു. നീ ഒന്ന് നിന്നേ, എന്താ നിന്റെ പ്രശ്നം? വേദ ഈ വീട് വിട്ടുപോയതിനു ശേഷം നിന്റെ മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പോയതിനു ശേഷം നീ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടക്കുകയാണോ വിക്രം? ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ 24 മണിക്കൂറും നീ അയാളുടെ കൂടെ തന്നെയാണല്ലോ. ഇത്തിരി സമയമെങ്കിലും നീ വീട്ടിലിരിക്കാറുണ്ടോ? രാവിലെ പോയ പാതിരാത്രി ആവുമ്പോഴേ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തുള്ളൂ. ഇതിനെല്ലാം കാരണം വേദയാണെന്ന് എനിക്കറിയാം. അന്നേരം വിക്രം പറയുന്നുണ്ട്, വേദയെക്കുറിച്ച് എന്തിനാ അമ്മ ഈ പറയുന്നത്? അവൾ പോയില്ലേ, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ല. വരുമായിരുന്നുവെങ്കിൽ ഞാൻ വിളിക്കാൻ പോയപ്പോൾ തന്നെ അവൾ എൻ്റെ കൂടെ വന്നേനെ. എനിക്ക് അവളോട് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും അവൾ എന്നെ വിട്ടുപോയി. ഇനി എന്തിനാ അമ്മേ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, കുറച്ച് സ്വസ്ഥത എനിക്ക് താ എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടാണ്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ അകത്തേക്ക് പോയി. കമലമ്മക്ക് അപ്പോൾ ആകെ വിഷമത്തോടെ ഇങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും. വേദ വിചാരിച്ചാൽ മാത്രമേ വിക്രമിന്റെ ജീവിതത്തിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവൂ എന്ന് കമലമ്മക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും വേദയെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കമലമ്മ ശ്രമിക്കുന്നു. പിറ്റേന്ന് രാവിലെ കമലം പത്മത്തെ വിളിച്ചു. പത്മം, ഞാനാണ് കമലം. എന്താ കമലെ, എന്താ കാര്യമെന്ന് പത്മം ചോദിച്ചു. കമല പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. വേദ ഇവിടെ നിന്നും പോയിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ടും ഇവിടെ ആരും അവളെ മറന്നിട്ടൊന്നുമില്ല. വിക്രമും ഞാനും അടക്കം എല്ലാവരും അവൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ പത്മം പറഞ്ഞു, അതിന് വേദ സമ്മതിക്കണ്ടേ? അവൾ വരില്ല കമലെ. അന്നേരം കമലമ്മ പറയുന്നുണ്ട്, എനിക്ക് വേദയെ ഒരു തവണയൊന്ന് കാണണം, ഒറ്റ തവണ കണ്ടാൽ മതി. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഇന്ന് ഞാൻ അമ്പലത്തിൽ വരും. വേദയെ കൂട്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാട്ടോ കമലം. പത്മം ഒന്നും പറയരുത്, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പത്മം സമ്മതിച്ചു. പക്ഷേ ഇത് മറ്റാരും അറിയരുത്, കമലമ്മ പറഞ്ഞു. ഇല്ല, ഞാനായിട്ട് ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞു. രാവിലെ തന്നെ കമലം അമ്പലത്തിലേക്ക് പോവാൻ റെഡിയായി. അന്നേരം നന്ദിനിയും ശ്രീജയും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊടുത്തിനെ കമലമ്മ അവരെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കി. എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ശ്രീജ ഇടപെട്ടു. നീ എന്തിനാ നന്ദിനി ഇതിലൊക്കെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? നിനക്ക് പോകണമെങ്കിൽ നീ ഒറ്റക്ക് പോയാൽ പോരെ? ഒന്നും മിണ്ടാതെ നന്ദിനി നേരെ അകത്തേക്ക് പോയി. കമല മാഷിനോട് പറയുന്നുണ്ട്, ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ വേദയെ കാണുമെന്ന്. വിക്രമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അന്നേരം മാഷ് പറയുന്നുണ്ട്, നീ സംസാരിച്ചത് കൊണ്ട് വേദയുടെ മനസ്സൊരിക്കലും മാറാൻ പോകുന്നില്ല കമലം. വിക്രം വിളിച്ചിട്ട് പോലും അവള് വന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ വേദയുടെ മുന്നിലേക്ക് പോകുന്നത്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് സുധാകര മാഷ് ചോദിക്കുന്ന സമയത്തിനെ കമലമ്മ പറയുന്നുണ്ട്, വേണം മാഷേ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും ശല്യം ചെയ്യില്ല. ഒരേ ഒരു തവണ എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. വിക്രം വന്ന് കമലത്തിനോട് പറഞ്ഞു, അമ്മ നടന്നു പോവണ്ട, ഞാൻ അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ കമലം വിക്രമിന്റെ കൂടെ തന്നെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ വേദയും പത്മവും ഉണ്ടായിരുന്നു. പത്മം പറയുന്നുണ്ട്, മോളെ, നിന്നെ കാണാൻ കമലമ്മ വരുമെന്ന് പറയും. ഇതറിഞ്ഞപ്പോൾ വേദയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അമ്മേ, എന്തിനാ ഇതൊക്കെ? ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അമ്മയുടെ കൂടെ വരത്തില്ലായിരുന്നു എന്ന് പറയട്ടെ വേദ. നമുക്കിപ്പോൾ തന്നെ വേഗം തന്നെ ഇവിടെ നിന്നും പോവാമെന്നൊക്കെ പറഞ്ഞ് വേദ പോവാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും അപ്പോഴേക്കും കമലമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. കമലമ്മയും വിക്രമും അങ്ങോട്ടേക്ക് എത്തി. വിക്രമിനെ കണ്ടപ്പോൾ തന്നെ വേദയുടെ മനസ്സൊന്നും ഉലഞ്ഞു. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് മുഖം മാറ്റി. കമലമ്മ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, മോളെ, വിക്രം വരുന്നത് ഞാൻ അറിഞ്ഞില്ല. അവൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. നീയില്ലാതെ അവൻ ആകെ തകർന്നു പോയിരിക്കുന്നു. ആ ശ്രീനിവാസന്റെ കൂടെ കൂടിക്കൊണ്ട് തന്നെ ജീവിതം നശിപ്പിക്കുകയാണ് അവൻ. നീ അവനോട് ക്ഷമിച്ച് നിനക്കൊന്ന് തിരികെ വന്നൂടെ? എന്തിനാ മോളെ ഇത്രക്കൊക്കെ വാശി വേണോ എന്നൊക്കെ ചോദിക്കാട്ടോ കമലം. വേദ പറയുന്നുണ്ട്, വിക്രമിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം പരീക്ഷണ വസ്തുവാക്കണമെന്നാണോ അമ്മ ഈ പറയുന്നത്? കുറേ കാലം ഞാൻ അവൻ്റെ പുറകെ നടന്ന് ഉപദേശിച്ചതല്ലേ? എന്നിട്ടെന്താ, വിക്രം മാറിയോ? ഇല്ലല്ലോ. അടിയും പിടിയുമായിട്ട് അയാൾ ആ ശ്രീനിവാസന്റെ കൂടെ നടക്കുക തന്നെയല്ലേ? എന്നെ അങ്ങ് വിട്ടേക്കമ്മേ. ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല. ഇനി എന്നെ വെറുതെ വിടണം.
ഇതും പറഞ്ഞുകൊണ്ട് തന്നെ വേദ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ പത്മവും അവളുടെ കൂടെ അവിടെ നിന്നങ്ങ് പോവാണ്. കമലമ്മക്കാണെങ്കിൽ വേദയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആകെ സങ്കടമായി. അമ്പലത്തിൽ തൊഴുത് വിക്രം വേദയെ നോക്കി നിന്നുവെങ്കിലും അവൾ മൈൻഡ് പോലും ചെയ്തില്ല. കമലമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചു, വിക്രമിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണേ എന്ന്. തിരികെ വരുമ്പോൾ കമല വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി നീ വേദയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അവളെ നീ മറക്കണം, അവളിനി നിന്റെ ജീവിതത്തിലില്ല. അമ്മ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നിനക്ക് വേദയുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. അത് കേട്ടതോടുകൂടി തന്നെ വിക്രം ആകെ ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? കുറച്ചു മുൻപ് അമ്മയല്ലേ വേദയെ കണ്ട് സംസാരിച്ചത്? അവൾ എന്താ പറഞ്ഞത്? കമലമ്മ പറയുന്നുണ്ട്, അവൾക്ക് നിന്നെ വേണ്ട എന്ന് അവൾ തീർത്തും പറഞ്ഞു. ഇനിയും അവളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. അവളേക്കാൾ നല്ലൊരു കുട്ടിയെ തന്നെ ഈ അമ്മ നിനക്ക് കണ്ടുപിടിച്ച് തരും. നീ മറ്റൊരു വിവാഹം കഴിക്കണം. അതൊരിക്കലും വേദയോടുള്ള ദേഷ്യം കൊണ്ടല്ല. നീ എന്തായാലും മറ്റൊരു വിവാഹം കഴിക്കണം എന്നിങ്ങനെ കമലമ്മ നിർബന്ധിച്ച് പറയുന്ന സമയത്തിന് വിക്രം അങ്ങ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അമ്മയുടെ ബോധം പോയോ? എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണോ? അതൊരിക്കലും നടക്കില്ലമ്മേ. എനിക്ക് വേറൊരു കല്യാണം വേണ്ട. പക്ഷേ കമലമ്മ വിട്ടുകൊടുത്തില്ല. വിക്രമിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സ്വന്തം തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ, വേദയെ മറക്കണമെന്നും മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിക്കുമെന്നും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോവും. പിന്നെ നീ ഒരിക്കലും ഈ അമ്മയെ ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ ഭീഷണിപ്പെടുത്തുകയാണ്. വിക്രമാണെങ്കിൽ ഗതി കെട്ടുകൊണ്ട് തന്നെ അതിന് സമ്മതിച്ചു. ശരി അമ്മേ, അമ്മക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിച്ചോളാമെന്ന് വിക്രം അമ്പലത്തിൽ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തെ സാക്ഷിയായിട്ട് കമലമ്മക്ക് വാക്ക് കൊടുത്തു. കമലത്തിന് ഇത് കേട്ടപ്പോൾ ഒരുപാടധികം സന്തോഷമായി. പക്ഷേ വിക്രമിന്റെ ഉള്ളിൽ വേദ മാത്രമായിരുന്നു. വേദയല്ലാതെ മറ്റൊരു പെണ്ണിനെ പറ്റി ചിന്തിക്കാൻ പോലും വിക്രമിന് കഴിഞ്ഞിരുന്നില്ല. അവൻ വക്കീലിൻ്റെ അടുത്തേക്ക് പോയി. കമലമ്മ മാഷിനോട് ഈ ഒരു വിശേഷമെല്ലാം തന്നെ പറഞ്ഞു. മാഷേ, ഞാൻ വേദയെ കണ്ടിരുന്നു. അമ്പലത്തിൽ വെച്ച് ഞാൻ അവളോട് സംസാരിക്കാൻ പോയി. അവൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല പോലും. അതുകൊണ്ട് വിക്രമിന് വേണ്ടിയിട്ട് നമുക്ക് രാധയൊന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ കരുതുന്നു. അത് കേട്ട ഉടനെ തന്നെ സുധാകരൻ മാഷൊന്ന് ഞെട്ടിപ്പോയി. വേദയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയോ? അതെങ്ങനെ ശരിയാവും? വിക്രം അതിന് സമ്മതിക്കുമോ? വേദ തന്നെ ഈ വീട്ടിലേക്ക് തിരികെ വരും. കമലമ്മ പറയുന്നുണ്ട്, ഇല്ല മാഷേ, അവൾ ഇനി ഒരിക്കലും തിരികെ വരില്ല. അവൾക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ഏതായാലും ഈ ഒരു ബന്ധത്തിന് വിക്രമും സമ്മതിച്ചു കഴിഞ്ഞു. രാധക്കാണെങ്കിൽ വിക്രം എന്ന് വെച്ച ജീവനാണ്. വിക്രം അമ്പലത്തിൽ വെച്ച് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്. നമുക്ക് ഏതായാലും രാധയെ വിക്രമിന് വേണ്ടിയിട്ട് ആലോചിക്കാം. അവൾ വിക്രമിനെ നന്നായിട്ട് നോക്കും. മാഷ് പറയുന്നത്, നീ എന്താ കമലയെ കാണിക്കുന്നത്? വിക്രമിന് വേണ്ടിയിട്ട് മറ്റൊരു കുട്ടിയോ? നിന്റെ ഈ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും. പക്ഷേ കമലമ്മ ഉറപ്പിച്ച് പറയുന്നുണ്ട്, വിക്രമിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. രാധക്ക് വിക്രമിനെ ഒത്തിരിയധികം ഇഷ്ടമാണല്ലോ. അപ്പോൾ കോടതിയിൽ വിക്രം സാക്ഷി പറയാണ്. ശ്രീനിവാസന്റെ വക്കീൽ വിക്രമിനോട് പറയുന്നുണ്ട്, നീ എല്ലാ കുറ്റവും ഏറ്റെടുക്കണം, നിനക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. വിക്രം പറഞ്ഞു, എനിക്ക് പേടിയില്ല, എല്ലാം ഞാൻ ചെയ്തതാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാമെന്ന് പറയും. കോടതിയിൽ വിക്രം വിചിത്രമായി തന്നെ പെരുമാറി. എല്ലാ തെറ്റുകളും അവൻ ഏറ്റെടുത്തു. ഇത് കേട്ട് വേദ ആകെ ഞെട്ടിപ്പോയി. ശ്രീനിവാസൻ വിക്രമിനെ ചതിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വിക്രമിനെ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വേദ തീരുമാനിച്ചു. കോടതി പിരിഞ്ഞപ്പോൾ ശ്രീനിവാസൻ സന്തോഷത്തോടു കൂടി തന്നെ വിക്രമിനെ വന്ന് കെട്ടിപ്പിടിച്ചു. നീയാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു. അന്നേരം വേദ അങ്ങോട്ടേക്കെത്തി ശ്രീനിവാസനെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ ജയിച്ചു എന്നൊന്നും നിങ്ങൾ കരുതണ്ട. വിക്രമിന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ചിട്ട് നിങ്ങൾ അങ്ങ് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നാ പിന്നെ നിങ്ങൾ അതിനൊന്നും മോഹിക്കണ്ട. നിങ്ങളെ ഞാൻ നല്ല മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ വേദ ശ്രീനിവാസനെ വെല്ലുവിളിക്കാണ്. അന്നേരം ശ്രീനിവാസൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിക്രമിനെ വിട്ടുപോയത് നന്നായി വേദേ. അതുകൊണ്ടാണല്ലോ അവൻ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. വേദയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നി. വിക്രം അത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോവാണ്. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മോളെ, വിക്രം ആകെ ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കുറ്റവും അവൻ്റെ തലയിലാവും. വേദക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ സങ്കടമായി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ശ്രീകാന്ത് വേദയെ കളിയാക്കി. ഇപ്പം എന്തായി? അവൻ്റെ കൂടെ നീ ജീവിച്ചിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം അങ്ങ് പുകഞ്ഞു പോയേനെ. വിക്രം ശ്രീനിവാസന്റെ കയ്യിൽ വെറും ഒരു പാവ മാത്രമാണ്. വേദക്ക് സമാധാനമില്ലാതെ ഇതൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നിരക്കുമായിരിക്കും. വിക്രത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതുമാത്രമായിരിക്കും വേദയുടെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെ ദർശനെ വിളിച്ചപ്പോൾ ദർശൻ പറഞ്ഞു, നീ എന്തിനാ വേദയെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്കും വിക്രമിനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ലല്ലോ. പക്ഷേ വേദക്കത് കേൾക്കാൻ പോലും വയ്യ. രാധ ഇപ്പോൾ വേദയെ വിളിച്ചു. വേദേ, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ന് വിക്രത്തിന്റെ അമ്മയും നന്ദിനിയും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നെ വിക്രമിന് കല്യാണം കഴിച്ചു തരുമോ എന്ന് എൻ്റെ അമ്മയോടും അച്ഛനോടും അവർ ചോദിച്ചു എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ വേദയുടെ നെഞ്ചിൽ ഒരു കല്ല് വെച്ചതുപോലെ തോന്നി. വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
രാധ പറയുന്നുണ്ട്, നിനക്ക് ഇനിയും സമയമുണ്ട് വേദ. വിക്രമിനെ നീ ഒരിക്കലും കൈവിടരുത്. ഇത്രയും കാലം ഞാൻ വിക്രമിന്റെ കൂടെ നടന്നതാണ്. വിക്രമിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്നേഹമെല്ലാം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. നീ ഇനി വിക്രമിനെ കൈവിടരുത്. അവൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ വേദ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേദ അങ്ങ് പൊട്ടിക്കരയാണ്. വിക്രം മറ്റൊരു പെണ്ണിന് സ്വന്തമാകുന്നത് അവൾക്ക് സഹിക്കാൻ പോലും ആവുന്ന കാര്യമല്ല. വിക്രം എന്നും തൻ്റെ മാത്രമായിരിക്കണമെന്ന് വേദ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. രാധ വിക്രമിനെ കാണാൻ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. വിക്രമിന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, കുറെ നാളായല്ലോ രാധയെ നിന്നെ കണ്ടിട്ട്. രാധ വിക്രമിനോട് പറഞ്ഞു, വിക്രം, എന്റെ വീട്ടിൽ നിന്റെ അമ്മ കല്യാണം ആലോചിച്ചു വന്നു. വിക്രം പെട്ടെന്ന് തന്നെ ഞെട്ടിത്തെറിച്ചങ്ങ് നോക്കി നിന്നു. അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെ കല്യാണം കഴിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രാധ പറഞ്ഞു, എനിക്കും ഈ കല്യാണത്തിന് സമ്മതമല്ല വിക്രം. ഇതറിഞ്ഞപ്പോ വേദ എത്രമാത്രം വിഷമിച്ചു കാണും. അങ്ങനെയെങ്കിലും അവൾ ഇനി വിക്രമിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. തൽക്കാലം നീ എതിർപ്പൊന്നും പറയണ്ട. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. വിക്രമിനപ്പോൾ രാധയുടെ വാക്ക് കേട്ടപ്പോൾ ഒരുപാടധികം ആശ്വാസമായി. ഇതിനിടയിൽ ശ്രീകാന്തും ശ്രീനിവാസന്റെ വക്കീലും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു. വിക്രമിനെ ഈ ഒരു കേസിൽ കുടുക്കിയിട്ട് എന്നേക്കുമായിട്ട് ജയിലിൽ അടക്കാനായിരുന്നു അവരുടെ പ്ലാന്. MLA വാസവൻ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേട്ടു. ശ്രീകാന്തിന്റെ ചതി വാസവന് മനസ്സിലായിരുന്നു. വാസവൻ വിക്രമിന്റെ അരികിൽ ചെന്ന് ഉപദേശിച്ചു, നീ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. നീ നാശത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ വിക്രം അതൊന്നും തന്നെ കേട്ടില്ല. നിങ്ങൾ പേടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവരെ പറഞ്ഞയച്ചു. വീട്ടിലേക്കെത്തിയ വിക്രമിനോട് കമലമ്മ പറയുന്നുണ്ട്, രാധയുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന കാര്യം. അടുത്ത ആഴ്ച തന്നെയായിരിക്കും നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുന്നതോടുകൂടി തന്നെ വിക്രം അങ്ങ് ദേഷ്യപ്പെട്ടു. എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനാണോ അമ്മ നോക്കുന്നത്? കമലമ്മ പറയുന്നുണ്ട്, നീ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ചങ്ങ് തീ കൊളുത്തും, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം വിക്രം ആകെ മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു. വേദയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് അവൻ ഒരുപാടധികം സങ്കടപ്പെട്ട് കരഞ്ഞു. വിക്രം കോടതിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാസവൻ അവനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടു. വിക്രമിനെ കാണാതായപ്പോൾ എല്ലാവരും വിഷമിച്ചു. വേദ ശ്രീകാന്തിനെയായിരിക്കും സംശയിക്കുന്നത്. എവിടെയാണ് വിക്രം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അങ്ങ് കരഞ്ഞു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ എവിടെ പോയാലും നിനക്കെന്താ? വേദ പറയുന്നുണ്ട്, വിക്രത്തിന്റെ താലി എന്റെ കഴുത്തിലുണ്ട്. ഞാൻ അവനെ കണ്ടെത്തും. പിന്നെ വരുണിന്റെ സഹായത്തോടു കൂടി തന്നെ വേദ വിക്രമിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടെത്തി. വിക്രമിനെ കെട്ടഴിച്ചു വിട്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, വേദ, നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നത് എന്ന്. വേദ പറയുന്നുണ്ട്, വിക്രം എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ നിന്നോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. എനിക്കെന്നും നിന്നോട് കൂടി ജീവിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. ശ്രീനിവാസൻ എൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അന്ന് നിങ്ങളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിർത്തട്ടോ വേദ. വേദയുടെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ വിക്രമിന് ഭയങ്കര സന്തോഷമായി. കോടതിയിൽ നിന്നും സത്യം മാത്രമേ പറയൂ എന്ന് അവൻ വേദക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയുള്ള ആ ഒരു പിണക്കങ്ങളെല്ലാം മാറിക്കൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെ ഒന്നായിരിക്കുന്നു. അങ്ങനെ വിക്രമും വേദയും തമ്മിലുള്ള ആ ഒരു പഴയ പിണക്കങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതാവുന്ന ആ ഒരു നിമിഷം സത്യത്തിൽ പുതിയൊരു തുടക്കം തന്നെയായിരുന്നു. വേദ ആകെ തകർന്നു പോയൊരവസ്ഥയിലായിരുന്നു. വിക്രമിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, വിക്രം, നമ്മളെ തമ്മിൽ അകറ്റാൻ അവർ ഒരുപാടധികം നോക്കി. പക്ഷേ ആ താലിയുടെ ശക്തിയും എൻ്റെ പ്രാർത്ഥനയും കാരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. വിക്രം അവളുടെ നെറ്റിയിൽ ഒന്ന് ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചു. വരുൺ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി വൈകിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛനും അമ്മയും എല്ലാവരും ഒരുപാടധികം വിഷമത്തോടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം വരുൺ ഓർമ്മിപ്പിച്ചു. അവർ നേരെ വിക്രമിന്റെ വീട്ടിലേക്കാണ് ചെന്നത്. വിക്രമിനെയും വേദയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ കമലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ എടുത്ത തെറ്റായ തീരുമാനത്തെക്കുറിച്ച് അവർക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. എൻ്റെ മോളെ, നീ എന്നോട് ക്ഷമിക്ക്. വിക്രത്തിന് നല്ലൊരു ജീവിതം വേണമെന്ന് മാത്രം കരുതിയിട്ടാണ് ഞാൻ രാധയുടെ കാര്യം പറഞ്ഞത്. നിന്റെ മനസ്സിൽ ഇത്രയും സ്നേഹം അവനോട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. കമലമ്മ വേദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്നാൽ വേദ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ ചെയ്തതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഏതൊരു അമ്മയും മകന്റെ നല്ലതിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ പിണക്കവുമില്ല എന്നൊക്കെ പറഞ്ഞ് വേദ കമലമ്മയെയും കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് കോടതിയിൽ നിർണായകമായ ദിവസമായിരുന്നു. വിക്രം കോടതി കൂട്ടിലേക്ക് കയറി. എല്ലാവരും കരുതിയത് വിക്രം പഴയതുപോലെ തന്നെ ശ്രീനിവാസന് വേണ്ടിയിട്ട് കള്ളം പറയുമെന്നാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വിക്രം എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. യുവർ ഓണർ, ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ശ്രീനിവാസൻ സാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും കരുവാക്കി അദ്ദേഹം ചെയ്ത ക്രൂരതകൾ തെളിവ് സഹിതം ഇതാ എൻ്റെ ഭാര്യ ഹാജരാക്കുന്നു. വേദ തൻ്റെ പക്കലുള്ള എല്ലാ രേഖകളും വോയിസ് റെക്കോർഡുകളും എല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു.
ശ്രീനിവാസനും ശ്രീകാന്തും ആകെ പകച്ചുപോയി. അവർ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു ആ ഒരു നീക്കം. കോടതിയിൽ വെച്ചു തന്നെ പോലീസ് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രീകാന്ത് വേദയെ തടഞ്ഞു നിർത്തി. നീ ജയിച്ചു എന്നൊന്നും നീ കരുതണ്ട വേദ, ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. പക്ഷേ വിക്രം അവന്റെ മുന്നിൽ തടസ്സമായി നിന്നു. ഇനി എന്റെ വേദയുടെ നേരെ നിന്റെ വിരൽ അനങ്ങിയാൽ അത് നിന്റെ അവസാനമായിരിക്കും. ഇത് പഴയ വിക്രമല്ല. വിക്രമിന്റെ ആ ഒരു ശൗര്യം കണ്ടപ്പോൾ തന്നെ ശ്രീകാന്ത് പെട്ടെന്ന് ഭയമെന്നങ്ങ് പിന്മാറി. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു ആഘോഷം തന്നെയായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. മാഷി വിക്രമിന്റെ തോളിൽ തട്ടി പറഞ്ഞു, ഇതാണ് എനിക്ക് കാണേണ്ടിയിരുന്നത് വിക്രം. തെറ്റുകൾ തിരുത്തി നേർവഴിയിലേക്ക് നടക്കാൻ ഒരുപാട് നല്ല കൂട്ട് വേണം. നിനക്ക് വേദയെ കിട്ടിയത് നിന്റെ പുണ്യമാണ്. രാധയും അവിടെ എത്തിയിരുന്നു. അവൾ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് എനിക്കാഗ്രഹം. എനിക്ക് വിക്രമിനെ എന്നേക്കുമായിട്ട് ഒരു സുഹൃത്തായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ അന്ന് രാത്രി വീടിന്റെ ടെറസിൽ നിലാവും നോക്കി വിക്രമും വേദയും ഇരിക്കുന്നുണ്ടായിരുന്നു. വിക്രം വേദയുടെ തോളിൽ കൈ കോർത്തുകൊണ്ട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമോ വേദ? അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് പറയുന്നുണ്ട്, മരണം വരെയും നിങ്ങളുടെ നിഴലായി ഞാൻ എന്നും കൂടെ ഉണ്ടായിരിക്കും. ഇനി ഒരു ശക്തിക്കും നമ്മൾ വേർപെടുത്താൻ കഴിയില്ല. അങ്ങനെ പവിത്രം സീരിയലിൽ അതിൻ്റെ എല്ലാ സംഘർഷങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് തന്നെ പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുതിയൊരു അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.